19 മണിക്കൂർ ലേറ്റാണ്. 19 മണിക്കൂർ ലേറ്റ്. അതായത് ഇന്നലെ മംഗലാപുരം എത്തേണ്ട വണ്ടിയാണ് ഇന്ന് വൈകുന്നേരം എത്തിയത് മംഗലാപുരം ജംഗ്ഷൻ. ഈ കാണുന്ന ട്രെയിൻ എന്ന് പറയുമ്പോൾ 12,484 അമൃത്സർ കൊച്ചുവേളി വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. സോ എനിക്ക് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏർലി മോർണിംഗ് 1:50 നമ്മളെ കണ്ണൂരെത്തണം. അപ്പൊ അതിൽ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഈ എറണാകുളത്തേക്കെല്ലാം ചിലപ്പോൾ ബുക്ക് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യുന്നത് ശരി. നിങ്ങൾ ഈ ഇരിക്കുന്ന കസേരകൾക്ക് ഒരു ചരിത്രമുണ്ട്. അതാ കസേരകളിൽ ഇരുന്നവന്റെ ചരിത്രമല്ല, അതിന്ന് എഴുന്നേറ്റവന്റെ ചരിത്രമാണ്. തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചവന്റെയും പോരാടിയവന്റെയും ചരിത്രമാണ്. അതിന്റെ പേരാണ് വിപ്ലവം. ആലോചിച്ചിട്ടുണ്ടാ ജപ്പാനിൽ 40-50 സെക്കൻഡ്സ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഫുൾ റീഫണ്ട് വരും. മാത്രമല്ല അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ റെയിൽവേസിൽ 19 മണിക്കൂർ ഈ ട്രെയിൻ ലേറ്റ്. ഇതേ ട്രെയിന് 2019 25 മണിക്കൂർ ലേറ്റ് ഉണ്ടായി. ഗവൺമെന്റ് ഒന്നും അറിയില്ല, എനിക്ക് ഗവൺമെന്റ് മാത്രമല്ല. ഇതൊരു 1.5 മാസമായിട്ട് ഏകദേശം ഞാനിത് നിരീക്ഷിച്ചാലും മനസ്സിലായത് മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഈ ട്രെയിൻ ലേറ്റ്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഇതിലിപ്പോ കയറിയ പല ആൾക്കാരും, അതായത് ഇപ്പൊ കാശ്മീരിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. കാശ്മീർ എനിക്ക് വീഡിയോ എടുത്തിരുന്ന ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരുന്നത്. അവര് ഡൽഹിയിൽ നിന്ന് മറ്റം കയറിയതാണ്. ഡൽഹിയിൽ തന്നെ അല്ല, ഡൽഹിയിൽ നിന്ന് കയറി അവര് കുറെ 10-12 മണിക്കൂർ അവിടെ തന്നെ ലേറ്റ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. 18 മണിക്കൂർ ലേറ്റ്. 18 മണിക്കൂർ ലേറ്റ് എല്ലാത്തിനും. ഡൽഹിയിൽ എത്ര മണിക്കാണ് ഇത് എത്തിയത്? ഇത് 2 മണിക്ക് 2 മണിക്ക്. അപ്പൊ എത്ര മണിക്ക് എത്തേണ്ടത് ശരിക്കും? 1 മണിക്ക് എത്തണ്ട. ഉച്ചക്ക് 1 മണിക്ക് എത്തേണ്ടത് രാവിലെ രാവിലെ 2 മണിക്ക് എത്തി അല്ല. തലമുറയ്ക്ക് ചോരയൊലിപ്പിച്ചിട്ടുള്ള അവളുടെ വാക്കുകൾക്ക് പോലും നിന്നെയൊന്നും ഈ കസേരയിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. പൊളിറ്റിക്സിൽ തിയറി മാത്രമല്ലടാ, പ്രാക്ടിക്കൽസും ഉണ്ട്. എണീക്കടാ.